ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ മെറ്റീരിയൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. അതിൽ ഓരോന്നിലും വരുന്ന എനർജി ബാൻഡുകളാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഓരോ ബാൻഡ് ഉദ്ദേശിക്കണേന്ന് ജസ്റ്റ് പറയാം. വാലൻസ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. ഫ്രീ ഇലക്ട്രോൺസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഒബ്വിയസ്ലി വാലൻസ് ബാൻഡിനേക്കാൾ എനർജി കൂടുതലായിരിക്കും കണ്ടക്ഷൻ ബാൻഡിന്. അതുകൊണ്ടാണ് എനർജി കൂടിയ സ്ഥലത്ത് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് കാണിച്ചിട്ടുള്ളത്, വാലൻസ് ബാൻഡ് അതിന്റെ കുറച്ച് താഴെയായിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നൊരു ടേമാണ് ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ് എനർജി, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, അങ്ങനെ പല പേരുകളിലും ഇത് പറയാറുണ്ട്. അതായത് ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ അത് ഏറ്റവും കൂടുതൽ ഈ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് വരുന്നത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലാണ്. അതായത് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസിന് അത്ര അധികം എനർജി കൊടുത്താൽ മാത്രമേ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് അത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവയെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റഡ് ആവുമെങ്കിൽ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു കാറ്റഗറിയാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാര്യമാണ്. 3 കേസിലുള്ള ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നിങ്ങളൊന്ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെ ചോദിച്ചേക്കാം. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നെഗറ്റീവ് തന്നെയാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. പക്ഷേ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസുലേറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന് നമുക്ക് മെയിൻ ആയിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും രണ്ടാമത്തെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ജെർമേനിയം സിലിക്കണിന്റെ ഒക്കെ പ്യുവർ ഫോമിലുള്ള ജെർമേനിയം സിലിക്കൺ ഒക്കെയാണ്. അതിന്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇംപ്യൂർ ആണ്. അപ്പൊ നമ്മൾ എന്താണ്, ഡോപ്പന്റ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി പെന്റാവാലന്റ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് 5 വരുന്നതാണെങ്കിൽ അതിന് എക്സാമ്പിൾസും തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പി ടൈപ്പിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈ വാലന്റ് ആയിരിക്കും. അതായത് 3 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ബോറോൺ, ഗാലിയം, ഇൻഡിയം, അലുമിനിയം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൂടുതലെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഹോൾസ് ആണ് കൂടുതൽ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ സിലിക്കണിൽ നമുക്ക്, അല്ലെങ്കിൽ ജെർമേനിയം എടുത്താലും നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഇത് കോവാലന്റ് ബോണ്ടിലായിരിക്കും. അടുത്ത ആറ്റോമായിട്ട്, സിലിക്കണിന്റെ ആറ്റോമായിട്ട് കോവാലന്റ് ബോണ്ടിലായിരിക്കും. 0 കെൽവിൻ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മുടെ വാലൻസ് ബാൻഡിൽ നിന്ന് ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 4 ഇലക്ട്രോൺസും 4 ഹോൾസും കാണിച്ചിട്ടുള്ളത്. ഇത് ഇലക്ട്രോൺസ് ആണ് ഫുള്ളി ഡാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഹോളോ ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഹോൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ പറയുന്നത്. ന്യൂട്രൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിന് കണ്ടക്ടിവിറ്റി ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുകയാണ്, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മളുടെ പോസിറ്റീവ് ടെർമിനല് ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്തു, നെഗറ്റീവ് ടെർമിനൽ അടുത്ത എൻഡിലും കണക്ട് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ടെർമിനലിന്റെ അടുത്തേക്കായിരിക്കും, അതായത് ഈ ഡയറക്ഷനിലായിരിക്കും. കറക്റ്റ് അല്ലേ? അതുപോലെ ഹോൾസ് ആണെങ്കിൽ എന്താണ്, പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക, നെഗറ്റീവ് ടെർമിനലിന്റെ അവിടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഹോൾസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിന്റെ അടുത്തേക്കാണ്. അതാണ് ഹോൾ ഫ്ലോ ആൻഡ് ഫ്രീ ഇലക്ട്രോൺ ഫ്ലോ പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ആരോസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൊണ്ടാണ് എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെൻറ്റാവാലന്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻ ടൈപ്പ് ആണ് കിട്ടുക, ട്രൈവാലന്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ പി ടൈപ്പ് ആണ് കിട്ടുക. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ട്രൈവാലന്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ബോറോൺ, അലുമിനിയം, ഇൻഡിയം, ഗാലിയം. ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് സിലിക്കണിന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് ബോറോൺ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 3 ഇലക്ട്രോൺസ് സിലിക്കണിന്റെ 3 ഇലക്ട്രോൺസുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ബാക്കി ഒരു സ്ഥലത്ത് മാത്രം സിലിക്കണിന്റെ ഇലക്ട്രോൺ അവിടെ ഉണ്ട്, പക്ഷേ ഫോം ചെയ്യാനായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ബോറോണിന് ആരില്ല, ഇലക്ട്രോൺ ഇല്ല. അപ്പൊ അവിടെ ഒരു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾ. അപ്പോൾ നമ്മുടെ ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ഡിവൈസിൽ ഹോൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പിന്റെ കേസിൽ അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അതിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ പി ടൈപ്പ് നമ്മൾ ഒരെണ്ണം എടുത്തു. നമുക്ക് ഹോൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഹോൾസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ടുവേർഡ്സ് പോസിറ്റീവ് ടെർമിനൽ ആയിരിക്കും. ഹോൾസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഹോൾസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ടുവേർഡ്സ് നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു കറണ്ട് ഫ്ലോ കിട്ടി, അതായത് നമുക്ക് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇതാണ് പി ടൈപ്പിന്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എൻ ടൈപ്പ് ഒന്ന് നോക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, പെൻറ്റാവാലന്റ് ആയിരിക്കും. അതായത് 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. നമുക്ക് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സിലിക്കൺ എത്ര ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്, 4 ഇലക്ട്രോൺസ് അവൈലബിൾ ഉള്ളൂ. അപ്പൊ ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെജോറിറ്റി കാരിയർ ആയിട്ട്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആരാണ്, നേരത്തെ ഹോൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പകരം ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിവൈസിലേക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ അത് രണ്ടും എൻ ടൈപ്പും പി ടൈപ്പും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ചെയ്യും. അതുപോലെ തന്നെ ഓർത്ത് വെക്കാനും എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് നമ്മൾ ഹോൾസ് ആണ് വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഹോൾസും ആയിരിക്കും. നേരെ തിരിച്ച്. ഓക്കെ അല്ലേ? ഇനി എൻ ടൈപ്പിന്റെ വർക്കിംഗ് കൂടി നോക്കാം നമുക്ക്. നമ്മളൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് കൊടുത്തതിന് ശേഷം പോസിറ്റീവ് ടെർമിനലിന്റെ അടുത്തേക്ക് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവും. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഹോൾസ് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടൈപ്പിന്റെ കേസിൽ നമ്മുടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ പി ടൈപ്പിന്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെ അടുത്തായിട്ടായിരിക്കും വരിക. ഓക്കെ, അതേസമയം നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിട്ടായിരിക്കും വരിക. നിയർ ടു കണ്ടക്ഷൻ ബാൻഡ് ആണ് ഏതിൽ വരിക, എൻ ടൈപ്പിൽ വരിക. നിയർ ടു വാലൻസ് ബാൻഡ് ആണ് നമ്മുടെ പി ടൈപ്പിൽ വരിക. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ.
അപ്പൊ നമ്മൾ പി എൻ ജംഗ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അൺബയാസ്ഡ് കണ്ടീഷൻ നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു ഫീൽഡ് അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ടൈപ്പ് മെറ്റീരിയലില് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹോൾസ് ആണ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതേസമയം എൻ ടൈപ്പിലാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്, അല്ലെ? അപ്പോ ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഇവിടെ ആകെ ഇലക്ട്രോൺസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഡിഫ്യൂഷൻ വഴി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും, പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യും ഇവിടെ. അപ്പോ എൻ ടൈപ്പിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുകയാണ്, പോസിറ്റീവ് അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേസമയം ഇവിടെ പി ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് അയോൺ ആയിട്ട് കൺവേർട്ടഡ് ആവും. അതാണ് ആ രണ്ട് ടൈപ്പ് അയോൺസ് ഈ ജംഗ്ഷനിൽ വന്ന് ഫർദർ ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ബ്ലോക്ക് ചെയ്യും. അതിനെ അങ്ങനെ ഫോം ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ നമുക്ക് ഫർദർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ അല്ല. ഇനി ഇതിനെ നമ്മൾ ബയസ് ചെയ്യാണ്. ബയസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പി ടൈപ്പ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടുള്ള ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഉണ്ടാവാൻ നമുക്ക് നോക്കാം. പി ടൈപ്പിൽ ആരാണ് കൂടുതൽ? ഹോൾസ് ആണ് കൂടുതൽ. എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് കൂടുതലുള്ളത് ആരാണ്? ഇലക്ട്രോൺസ് ആണ് കൂടുതലുള്ളത്. അപ്പോ ഈ പോസിറ്റീവ് ചാർജ് ഈ ഹോൾസിനും പോസിറ്റീവ് ചാർജ് ആണല്ലോ, അതിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? എൻ ടൈപ്പിന്റെ അവിടേക്ക് മൂവ് ചെയ്യും. ഹോൾസിന്റെ മൂവ്മെന്റ് എൻ ടൈപ്പിന്റെ അവിടേക്കായിരിക്കും. ഓക്കെ. അതേസമയം ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് റിപ്പൽഡ് ബൈ ആര്? നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങോട്ടാണ്? ഇലക്ട്രോൺസ് പി ടൈപ്പിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോ ഹോൾസ് എൻ ടൈപ്പിലേക്കും ഇലക്ട്രോൺസ് പി ടൈപ്പിലേക്കും മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്തായി? കണ്ടക്ടിങ് ആയി. കാരണം എന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള നെഗറ്റീവ് അയേൺസും പോസിറ്റീവ് അയേൺസും കാരണം ഓൾറെഡി ഒരു ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കും. അതിന്റെ ഡയറക്ഷനാണ് ഈ 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. പോസിറ്റീവ് നിന്ന് നെഗറ്റിവിറ്റി ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലാണ് നമുക്ക് വരുന്നത്. അതേസമയം ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ്, അല്ലെ? അപ്പോ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ, അതാണ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ട്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ 4th 1 എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ആ ഡയറക്ഷനിലുള്ള കറണ്ടിനാണ് ഇലക്ട്രോൺ കറണ്ട് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ടിന്റെ ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓക്കെ ആണോ? അപ്പോ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർവേഡ് ബയസ് ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സ് എന്താണ് നടക്കുന്നതെന്നും ഓരോ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളതും ബിൽറ്റ് ഇൻ ആണെങ്കിലും അതുപോലെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതാണെങ്കിലും അതിന്റെ കൺവെൻഷണൽ കറണ്ടിന്റെ ആണെങ്കിലും ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റിവേഴ്സ് ബയസ് നോക്കാം. പി ടൈപ്പ് നെഗറ്റീവ് ആയിട്ടും എൻ ടൈപ്പ് പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? റിവേഴ്സ് ബയസ്ഡ് ആണെന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഉണ്ട്. അത് ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ ബാറ്ററി കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ ഉണ്ടാവണേന്ന് നോക്കാം നമുക്ക്. ഈ പോസിറ്റീവ് ടെർമിനല് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും, അല്ലെ? അപ്പൊ ഈ എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. പി ടൈപ്പിലുള്ള ഹോൾസ് ആണെങ്കിൽ നെഗറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുള്ളതിന്റെ ഡയറക്ഷനും ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. ഫോർവേഡ് ബയസിന്റെ കേസിൽ അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്കും ഹോൾസ് നെഗറ്റീവ് ടെർമിനലിലേക്കും ഫ്ലോ ചെയ്യുന്നു പറഞ്ഞു. എൻ ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടേക്കാണ്? പി ടൈപ്പിലേക്കും പോകുന്നുണ്ട്. പി ടൈപ്പിൽ നിന്ന് ഹോൾസ് എൻ ടൈപ്പിലേക്കും പോകുന്നുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതാണ് പറയാൻ പോകുന്നത്. അപ്പോ
ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറയും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്ത് വരും, അത് നമുക്ക് കണ്ടക്ടിങ് ആയിട്ട് വരും. അതാണ് ഫോർവേഡ് ബയസിൽ നടക്കുന്നത്. അതേസമയം ഇവിടത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ക്രോസ് ചെയ്ത് പോവല്ല, ഡിപ്ലീഷൻ റീജിയനെ ക്രോസ് ചെയ്ത് പോവല്ല ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. ഹോൾസും അതെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ എന്നിന്റെ ഇടയിലുള്ള ഈ റീജിയനെ നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, ഇവിടെ നിന്നുള്ള ചാർജസ് ഒക്കെ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിപ്ലീഷൻ റീജിയന് വൈഡൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ ഫോർവേഡ് ബയസ് ആവുന്ന കണ്ടീഷനിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം റിവേഴ്സ് ബയസിലാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. ആ ഡിപ്ലീഷൻ റീജിയൻ വൈഡൻ ചെയ്യും. അപ്പോൾ വൈഡൻ ചെയ്യുമ്പോൾ എന്താണ്, കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. ഇവിടത്തെ കേസിൽ റിവേഴ്സ് ബയസ് ആവുന്ന കേസിൽ അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. നേരത്തെ കേസിൽ നമ്മൾ കറണ്ട് ഫ്ലോയും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിരുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, അപ്പോൾ കൺവെൻഷൻ കറണ്ട്, ഇലക്ട്രോൺ കറണ്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിരുന്നു. ഇവിടുത്തെ കേസിൽ നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഓക്കെ, ഇനി എനർജി ബാൻഡ് ഡയഗ്രം ആണ്. എനർജി ബാൻഡ് ഡയഗ്രത്തിൽ പി ടൈപ്പ് നമുക്കറിയാം, അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കും, വാലൻസ് ബാൻഡ് ഉണ്ടായിരിക്കും. വാലൻസ് ബാൻഡിന്റെ അടുത്താണ് ഇത് വരിക, ഫെർമി ലെവൽ വരിക. അപ്പൊ ആ ഒരു റീജിയൺ ആണ് ഈ ഒരു ലെഫ്റ്റ് പോർഷൻ, ഈ ഒരു ലൈനിന്റെ ലെഫ്റ്റ് പോർഷനിലേക്ക് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അത് ക്ലിയർ ആണല്ലോ. അതേസമയം എൻ ടൈപ്പ് ആവുമ്പോൾ എന്താണ്, കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വരുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഒറ്റ ഒന്നായിട്ട് മാറും. ഒരു ഫെർമി ലെവൽ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫെർമി ലെവലിൽ എത്തും. ഓക്കെ, ആ ഫെർമി ലെവലാണ് ഈ എഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് എൻ ടൈപ്പിനെ വെച്ച് നോക്കുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിന് നിയററും പി ടൈപ്പിനെ വെച്ച് നോക്കുമ്പോൾ വാലൻസ് ബാൻഡിന് നിയററും ആയിരിക്കും. പിന്നെ ഈ ഇടയിൽ വരുന്ന റീജിയൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിലും വരുന്നത്. ഡിപ്ലീഷൻ റീജിയനിൽ എന്താ ഉണ്ടാകുന്നത്, ഡിപ്ലീഷൻ റീജിയനിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ സംഭവിക്കും. കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ, ഇവിടെ എൻ ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെയാണ് ഇലക്ട്രോൺസ് കൂടുതൽ, ഇവിടെ ഹോൾസ് ആണ് കൂടുതൽ. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്ത് പി ടൈപ്പിലേക്ക് പോകും, പി ടൈപ്പ് സൈഡിലേക്ക് പോകും. അതാണ് ഈ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അതേസമയം ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ, ഹോൾ കോൺസെൻട്രേഷൻ കൂടുതൽ പി ടൈപ്പിലായതുകൊണ്ട് പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലേക്ക് ആയിരിക്കും ഹോൾസിന്റെ ഡിഫ്യൂഷൻ ഉണ്ടായിരിക്കുക. അതിന്റെ ഡയറക്ഷൻസ് രണ്ടുമാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ടാണ്. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ, ഇലക്ട്രോൺസ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലേക്ക് പോകുന്നതാണ്. അതേസമയം ഹോൾസിന്റെ ഡിഫ്യൂഷൻ, പി ടൈപ്പിൽ ഹോൾസ് കൂടുതലാണ്, ആ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ കാരണം പി ടൈപ്പ് സൈഡിൽ നിന്ന് എൻ ടൈപ്പ് സൈഡിലേക്ക് എന്തുണ്ടാവും, ഹോളിന്റെ ഡിഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഉണ്ടാവുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ചുള്ള ഇലക്ട്രോൺ ഡ്രിഫ്റ്റും ഹോൾ ഡ്രിഫ്റ്റും കൂടി ഉണ്ടാവും. ഇത്രയാണ് നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. അടുത്തത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പി എൻ ജംഗ്ഷന്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്. ആ വോൾട്ടേജിനെയാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇസ് 0.7 ഇൻ കേസ് ഓഫ് സിലിക്കൺ ആൻഡ് ഇസ് 0.3 ഇൻ കേസ് ഓഫ് ജർമേനിയം ആണ്. ഈ രണ്ട് വാല്യൂസും കൂടി ഓർത്ത് വെക്കുക കേട്ടോ, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്ര വോൾട്ട് ആണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ഫോർവേഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നീ വോൾട്ടേജ് കടക്കുമ്പോഴാണ് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ പി എൻ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്ത് തുടങ്ങുക. കണ്ടക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വോൾട്ടേജ് കുറച്ച് കൂടുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഡയഗ്രത്തിൽ, ഈ പിക്ചറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ് റീജിയനിലാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല കറണ്ടിനധികം, ചെറുതായി ചേഞ്ചസ് വരുമെങ്കിലും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്ന ഈ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, കറണ്ട് സഡൻ ആയിട്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ വി ഐ ക്യാരിന്ന് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് ന്യൂമറിക്കൽസ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കി ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക.
അതുപോലെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. അതായത് VA ക്യാരക്ടറിസ്റ്റിക്സിൽ വരാവുന്ന കുറച്ച് ഡൈനാമിക് AC റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ കൺസെപ്റ്റ് ആണ് ഈ ഒരു വീഡിയോ കൂടെ ക്ലിയർ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.